ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഫെബ്രുവരി 17 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നോക്കാൻ പോവാണ്. പരീക്ഷയ്ക്ക് ഓരോ മാർക്കും നമുക്ക് വിലപ്പെട്ടതാണല്ലോ, അല്ലേ? അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നമുക്ക് നേരെ കാര്യങ്ങളിലേക്ക് കടക്കാം. റെഡിയല്ലേ എല്ലാവരും? യെസ്, അപ്പോൾ റെഡിയല്ലേ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓരോ പോയിന്റും ഉണ്ടല്ലോ, അത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ളതാണ്. ഒരു മാർക്ക് പോലും നമുക്ക് മിസ്സാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു പേനയും പേപ്പറും ഒക്കെ എടുത്ത് റെഡി ആയിട്ടിരുന്നോ, നമുക്കങ്ങോട്ട് തുടങ്ങാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തന്നെ ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഏരിയയിൽ നിന്ന് തുടങ്ങാം. എവിടെ നിന്നാണെന്നല്ലേ? നമ്മുടെ സ്വന്തം കേരളം. കേരളത്തിലെ വാർത്തകളിൽ നിന്ന് ഉറപ്പായും ചോദ്യങ്ങൾ വരും. സോ ഈ ഭാഗം വളരെ ശ്രദ്ധിച്ചു കേൾക്കണം, ഓക്കെ? സ്വരാജ് ട്രോഫി എക്സാമിന്റെ ഒരു സ്ഥിരം ഐറ്റമാണിത്. ഇത് ഓർത്തിരിക്കാൻ ഞാനൊരു കിഡിലൻ ട്രിക്ക് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോ. നമ്മുടെ തലസ്ഥാനം ഏതാ? തിരുവനന്തപുരം അല്ലേ? തിരുവനന്തപുരം ഇത്തവണ ചെറിയ അവാർഡ്സ് എല്ലാം അങ്ങോട്ട് തൂത്തുവാരി. നോക്കിക്കേ, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്, കോർപ്പറേഷൻ, ഗ്രാമപഞ്ചായത്ത് എല്ലാം തിരുവനന്തപുരത്തിന്. പക്ഷേ ആ ബിഗ് ബോസ് അവാർഡ്, അതായത് മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള അവാർഡ് ആര് കൊണ്ടുപോയെന്നറിയോ? അത് നമ്മുടെ കൊല്ലം കൊണ്ടുപോയി. അപ്പൊ എങ്ങനെ ഓർത്തിരിക്കണ്ടേ? തലസ്ഥാനം ചെറിയ ട്രോഫികളെല്ലാം വാങ്ങിയപ്പോ ജില്ലയുടെ വലിയ ട്രോഫി കൊല്ലം അങ്ങ് പൊക്കി. സിമ്പിളല്ലേ? ഇനി മറക്കില്ല. അടുത്തത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്നൊരു വാർത്തയാണ്. നമ്മുടെ സ്വന്തം ഒളിമ്പ്യൻ കോഴിക്കോട്ടുകാരനായ ജിൻസൺ ജോൺസന് ഇന്ത്യൻ ആർമി ഒരു ഗംഭീര ആദരം നൽകിയിരിക്കുകയാണ്. എന്താണെന്നല്ലേ? അദ്ദേഹത്തിന്റെ പേരിൽ അമൃത്സറിൽ ഒരു ജിംനേഷ്യം. ഇത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു വലിയ അംഗീകാരമാണ്, അതുപോലെ കേരളത്തിലെ കായിക രംഗത്തിനും. ഇനി അടുത്തത് നമ്മുടെ കേരളം ആപ്പ്. ഇത് ശരിക്കും നമ്മുടെയൊക്കെ ഫോണിൽ വേണ്ട ഒരു ആപ്ലിക്കേഷനാണ്. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, ഒരു സർട്ടിഫിക്കറ്റിന് വില്ലേജ് ഓഫീസിലെ വെബ്സൈറ്റിൽ കയറണം, കറണ്ട് ബില്ലടയ്ക്കാൻ വേറൊരു ആപ്പ്. ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഇനി തീർന്നു. ഗവൺമെന്റിന്റെ എല്ലാ ഓൺലൈൻ സേവനങ്ങളും ഇനി ഈ ഒരൊറ്റ ആപ്പിൽ കിട്ടും. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ഡിജിറ്റൽ ഇനീഷ്യേറ്റീവാണിത്. പേര് മറക്കണ്ട, നമ്മുടെ കേരളം ആപ്പ്. റൈറ്റ്. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ഇനി നമുക്ക് നമ്മുടെ ഫോക്കസ് ഒന്ന് വലുതാക്കാം. നേരെ ദേശീയ തലത്തിലേക്ക് പോവാം. രാജ്യത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോ എല്ലാവരും കേൾക്കുന്നൊരു വാക്കാണ് AI, അല്ലേ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നിങ്ങൾ ചിലപ്പോൾ ChatGPT ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. ലോകം മുഴുവൻ ഇപ്പോൾ ഈ ടെക്നോളജിയുടെ പുറകെയാണ്. അപ്പോൾ ഈ കളിയിൽ ഇന്ത്യ വെറും ഒരു കാഴ്ചക്കാരനായിരിക്കാൻ പോകുന്നില്ല, നമ്മളും കളത്തിലിറങ്ങുകയാണ്. അതിനുവേണ്ടിയുള്ള നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു മാസ്റ്റർ പ്ലാനാണ് ഇന്ത്യ AI മിഷൻ. ലക്ഷ്യം വളരെ സിമ്പിളാണ്. AI രംഗത്ത് ഇന്ത്യയെ ഒരു ഗ്ലോബൽ പവറാക്കുക. അപ്പോ ഈ AI ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ എന്തു വേണം? അതിനൊരു ഭയങ്കര പവർഫുൾ ബ്രെയിൻ വേണം. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ഈ പബ്ജിയോ അല്ലെങ്കിൽ നല്ല ഹെവി ഗ്രാഫിക്സ് ഉള്ള ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഫോൺ ചൂടാവുന്നത് കണ്ടിട്ടില്ലേ? ആ പണിയെടുക്കുന്ന ആളാണ് GPU, അഥവാ ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ്. ഈ GPU തന്നെയാണ് AIയുടെയും തലച്ചോറ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഇന്ത്യ AI മിഷൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ഈ സൂപ്പർ പവർഫുൾ ബ്രെയിൻ നമ്മുടെ നാട്ടിലെ സ്റ്റാർട്ടപ്പുകൾക്കും ഗവേഷകർക്കുമൊക്കെ വളരെ കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കും. അപ്പോൾ അവർക്കും ലോകോത്തര AI ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സംഭവം സിമ്പിൾ അല്ലേ? അടുത്ത പോയിന്റ് ഒരു കോഡ് നെയിമാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. ഓപ്പറേഷൻ ഇൻഡിപെൻഡൻസ്. ഈ പേര് കേൾക്കുമ്പോൾ എന്താ ഓർമ്മ വരുന്നത്? നമ്മുടെ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആയിരിക്കോ? ഒന്ന് ഗസ് ചെയ്ത് നോക്കിക്കേ, എന്തായിരിക്കും ഈ ഓപ്പറേഷൻ? ഇത് നമ്മുടെ CBIയുടെ ഒരു മെഗാ ഓപ്പറേഷന്റെ പേരാണ്. എന്തിനാണെന്നോ, ഓൺലൈൻ വഴി നമ്മളെ പറ്റിച്ച് കാശ് തട്ടുന്ന സൈബർ ഫ്രോഡുകളെ പിടികൂടാൻ വേണ്ടി CBI രാജ്യവ്യാപകമായി നടത്തിയ ഒരു വലിയ റെയ്ഡിന്റെ പേരാണിത്. പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത് ഇങ്ങനെയായിരിക്കും. 1. ഓപ്പറേഷൻ ഇൻഡിപെൻഡൻസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം സൈബർ തട്ടിപ്പ്. 2. ഈ ഓപ്പറേഷൻ നടത്തിയത് ഏത് ഏജൻസിയാണ്? ഉത്തരം CBI. ഈ 2 പോയിന്റും നോട്ട് ചെയ്ത് വെച്ചോ, ഇത് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കേരളം കവർ ചെയ്തു, ഇന്ത്യയും കവർ ചെയ്തു. ഇനി നമുക്ക് കുറച്ചുകൂടെ പുറത്തേറ്റ് പോവാം. ലോകത്ത് നടക്കുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അത് നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്നും നോക്കാം. ഫെബ്രുവരി 17, ഈ ഡേറ്റ് ഒന്ന് ഓർത്തുവെക്കണം. എന്താ ഇതിന്റെ പ്രത്യേകത? കോവിഡ് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ തകർന്നടിഞ്ഞൊരു ഇൻഡസ്ട്രി ഏതാ? ടൂറിസം അല്ലേ? അപ്പോ അതുപോലെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകാതെ പിടിച്ചു നിൽക്കാൻ ടൂറിസം മേഖലയെ ശക്തമാക്കുന്നതിനുള്ള ഒരു ദിവസമാണിത്. അതാണ് ഗ്ലോബൽ ടൂറിസം റെസിലിയൻസ് ഡേ. അതായത് വീണാലും പെട്ടെന്നെഴുന്നേറ്റ് ഓടാനുള്ള ഒരു ശക്തി ടൂറിസത്തിന് കൊടുക്കുക. അതാണ് സംഭവം. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ AIയിലെ ഗ്ലോബൽ കോമ്പറ്റീഷൻ വരുന്നത്. ചൈനയിലെ വലിയ ടെക് കമ്പനിയായ ആലിബാബ ക്വെൻ 3.5 എന്നു പേരുള്ള ഒരു പുതിയ AI മോഡൽ പുറത്തിറക്കി.
ലോകം എന്തു വേഗത്തിലാണ് ഈ ഫീൽഡിൽ മുന്നോട്ടു പോകുന്നതെന്ന് കണ്ടോ? ഇതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യ AI മിഷൻ ഇത്രയും പ്രധാനപ്പെട്ടതാകുന്നത്. നമുക്കും ഈ മത്സരത്തിൽ പിടിച്ചു നിൽക്കണം, മുന്നോട്ടു പോകണം. ഇനി വരുന്നത് എക്സാമിന്റെ ഏറ്റവും ഹോട്ട് ടോപ്പിക്കുകളിൽ ഒന്നാണ് സയൻസ് ആൻഡ് ഡിഫൻസ്. ഈ ഏരിയയിൽ നിന്ന് ചോദ്യമില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാറില്ല. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് നോക്കാം. നിസ്സാർ NISAR ഈ പേര് എവിടെയെങ്കിലും വലുതായിട്ട് എഴുതിവെച്ചോ? ഇത് പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്നൊരു ചോദ്യമായിരിക്കും. ബഹിരാകാശത്ത് സച്ചിനും സെവാഗും ഒരുമിച്ച് ഓപ്പൺ ചെയ്യാൻ ഇറങ്ങുന്ന പോലത്തെ ഒരു സംഭവമാണിത്. നമ്മുടെ ISRഉം അമേരിക്കയുടെ നാസയും ഒരുമിച്ചുണ്ടാക്കുന്ന ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണിത്. പരീക്ഷയ്ക്ക് ചോദ്യം സിമ്പിളായിരിക്കും. നിസ്സാർ ഏതൊക്കെ ഏജൻസികളുടെ സംയുക്ത പദ്ധതിയാണ്? ഉത്തരം മറക്കരുത്, ഇസ്രോയും നാസയും. അടുത്തത് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെക്കുറിച്ചുള്ള ഒരു നല്ല വാർത്തയാണ്. ലോകത്തിലെ വലിയ സാമ്പത്തിക ശക്തികളൊക്കെ കിതച്ചുകൊണ്ടിരിക്കുമ്പോൾ 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വളർച്ച 7.2% IMF പ്രവചിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ തുടരും. ഈ 7.2% എന്ന കണക്ക് ഓർത്തുവെക്കുന്നത് നല്ലതാണ്. അപ്പോ നമ്മളിന്ന് കുറേയധികം കാര്യങ്ങൾ പഠിച്ചുവല്ലേ? ഇതൊക്കെ ഓർമ്മയുണ്ടോന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലോ? ഒരു റാപ്പിഡ് ഫയർ റിവിഷൻ. ഞാൻ ചോദ്യം ചോദിക്കും, നിങ്ങളെ മനസ്സിലെ ഉത്തരം പറയണം. റെഡിയല്ലേ? ലെറ്റ്സ് ഗോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ വർഷത്തെ സ്വരാജ് ട്രോഫി കിട്ടിയ മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ്? ഓർത്തു നോക്കിക്കേ, നമ്മളൊരു കോഡ് വെച്ച് പഠിച്ചതാണ്. യെസ്, ഉത്തരം കൊല്ലം. ഓർമ്മയില്ലേ നമ്മുടെ ട്രിക്ക്? തലസ്ഥാനം ചെറിയ അവാർഡ്സ് എടുത്തു, ആ വലിയ ട്രോഫി കൊല്ലം കൊണ്ടുപോയി. ശരിയാക്കിയവർക്കെല്ലാം ഒരു ബിഗ് ക്ലാപ്പ്. ഓക്കേ, രണ്ടാമത്തെ ചോദ്യം. സൈബർ ഫ്രോഡുകളെ പിടിക്കാൻ CBI നടത്തിയ ഓപ്പറേഷന്റെ പേരെന്തായിരുന്നു? അതെ, ഓപ്പറേഷൻ ഇൻഡിപെൻഡൻസ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണത്. കിട്ടിയെന്ന് വിചാരിക്കുന്നു. അവസാനത്തെ ചോദ്യം, നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നിസ്സാർ ഉപഗ്രഹം ISRോടെ കൂടെയുള്ള പാർട്ട്ണർ ആരാണ്? യെസ്, അത് തന്നെ, അമേരിക്കയുടെ നാസ. എല്ലാവരും 3 ചോദ്യങ്ങളും ശരിയാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം നോട്ട്ബുക്കിൽ എഴുതി വെക്കണം, റിവൈസ് ചെയ്യണം. ഓർക്കുക, ഓരോ ദിവസവും നമ്മളിങ്ങനെ പഠിക്കുന്ന ഈ ചെറിയ കാര്യങ്ങളാണ് നാളെ നിങ്ങളെ ആ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കുന്നത്. അപ്പോൾ അടുത്തൊരു സെഷനിൽ പുതിയ ടോപ്പിക്കുമായി കാണാം. അതുവരെ നന്നായി പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.